ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടല്ലായിരിക്കുന്നത്. ഞാൻ എൻ്റെ ബാൽക്കണി ഈ ഇടയ്ക്കൊന്ന് റീഅറേഞ്ച് ചെയ്തു കേട്ടോ. ആകെ മെസ്സി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ആ സമയത്ത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആമസോണിൽ നിന്നും മീഷോ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ചിലപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നു, ബാൽക്കണി ഒന്ന് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ലിവിങ് ഏരിയ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറ്റ് മൈ ബി യൂസ്ഫുൾ ടു യു ഓൾസോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുവാണ്. ഒന്ന് കണ്ടു നോക്കൂ. ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മേടിക്കും കേട്ടോ. ഓക്കെ, കണ്ടു നോക്കൂ. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ബാൽക്കണി ഇരുന്നത്. കുറച്ച് പ്ലെയിൻ ആയിട്ട് വലിയ അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലാതിരുന്ന ബാൽക്കണിയാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് മേടിച്ചിട്ടാണ് ഞാനിതിങ്ങനെ സെറ്റാക്കി എടുത്തത്. ഒരുപാട് വലിയ റിനോവേഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം ഭംഗിയിലാക്കി എനിക്ക് ആക്കാൻ പറ്റി കേട്ടോ. അതിൽ ഫസ്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഗ്രീൻ മാറ്റാണ്. അത് നമ്മുടെ നാച്ചുറൽ ഗ്രീൻ ഗ്രാസ് പോലെ തന്നെ ഒരു ലുക്ക് നമ്മുടെ ബാൽക്കണിക്ക് തരും കേട്ടോ. നമ്മുടെ ബാൽക്കണിയുടെ ലെങ്ത്തിനും ബ്രെഡിനും അനുസരിച്ചിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് നമുക്ക് ആമസോണിൽ ഡിഫറെൻറ്റ് മെഷർമെൻറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റാൻഡാണ്. അത് നമ്മുടെ ബാൽക്കണി വയ്ക്കുമ്പോൾ വാട്ടർ ചെയ്യുന്ന സമയത്ത് ഫ്ലോർ ഒന്നും ഡേർട്ടി ആവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് ഈ ഒരു പോട്ട്സ് ആണ്. നോർമൽ നമ്മുടെ ക്ലേ പോട്ട്സും ബ്ലാക്ക് ഒക്കെ വയ്ക്കുന്നതിനെക്കാട്ടിയും ഈ കളർഫുൾ ആയിട്ടുള്ള പോട്ട്സ് വെച്ചപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല ക്വാളിറ്റിയിലും കിട്ടിയായിരുന്നു. പിന്നെ ഉള്ളത് ഈ ഹാങ്ങിങ് ആയിട്ടുള്ള പോട്ട്സ് ആണ്. എൻ്റെ ബാൽക്കണി ചെറുതായത് കാരണം ഒരുപാട് പ്ലാന്റ്സ് തറയിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ള പോട്ട്സും വെച്ചു. ഈ രണ്ട് പോട്ട്സും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഓൺലൈനിൽ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഈ ഒരു സോളാർ ലാമ്പ് കേട്ടോ. ഇതിൽ അതിൻ്റെ അക്സസറീസ് ഒക്കെ കിട്ടും. അതിങ്ങനെ ജസ്റ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്. അത് എടുത്തതിന് ശേഷം നമ്മുടെ ഗാർഡനിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലുള്ള ഏതെങ്കിലും ഒരു പോട്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. രാവിലെ ആ ഒരു വെയിൽ കിട്ടിയിട്ട് അത് ചാർജ് ചെയ്തോളും. ചാർജ് ചെയ്തതിന് ശേഷം ഈവനിങ് ആകുമ്പോഴത്തേക്ക് അത് ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലാമ്പ് ലൈറ്റ് ആവും കേട്ടോ. നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് രാത്രി തോന്നി കേട്ടോ. പിന്നെ ഈ ലൈറ്റിൽ 2 മോഡ്സ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ നമുക്കിത് ലൈറ്റ് സ്റ്റേഷനറി ആയിട്ട് തന്നെ വെക്കാം. അതല്ലാതെ ഒരു ബ്ലിങ്കിങ് മോഡും കൂടെ ഉണ്ട്. രണ്ടിൻ്റെ സ്വിച്ചസ് അടിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇതുപോലെ ബ്ലിങ്കിങ് ആക്കാം അല്ലെങ്കിൽ സ്റ്റേഷനറി ആക്കാം. ഒരുപാട് ഡിസൈൻസിലും ഒരുപാട് വെറൈറ്റീസിലും സൈസസിലും ഒക്കെ നമുക്ക് ഈ ലാമ്പ് അവൈലബിൾ ആണ് ഓൺലൈനിൽ. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ആണ് എനിക്ക് എൻ്റെ ബാൽക്കണി ഇതുപോലെ സെറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഏതെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ watching.